അതെ, ജ്ഞാനായ മക്കളുടെ അഭിമാന സംഘടനയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലയാള രാഷ്ട്രീയത്തിന്റെ അഭിമാനമായിട്ടുള്ള ചാണ്ടിയുമ്മൻ. അദ്ദേഹത്തെ വലിയ കയ്യടികളോടെ നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റവും ആദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ UKKCയുടെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ മാത്തുക്കുട്ടി ജോൺ അവർകൾ, ഏറ്റവും പ്രിയപ്പെട്ട മിസ്റ്റർ ജോബി ജോസഫ് ജനറൽ സെക്രട്ടറി UKKCA, ഏറ്റവും ആദരണീയനായ വൈദിക ശ്രേഷ്ഠൻ റവൻ ഫാദർ സ്റ്റീഫൻ OFM അവർകൾ, ഏറ്റവും ആദരണീയനായ റവൻ ഫാദർ അലക്സ് പനംകാല അവർകൾ, KCCMEയുടെ സെക്രട്ടറി മിസ്റ്റർ മനു എബ്രഹാം നടുതറ, UKKCCയുടെ ട്രഷറർ മിസ്റ്റർ എബ്രഹാം ഫെലിക്സ് അവർകൾ, പ്രിയപ്പെട്ട ലിരിമോൻ ചാക്കോ അവർകൾ, പ്രിയപ്പെട്ട മിസ്സസ് നീന മാത്യു അവർകൾ, മിസ്റ്റർ ജെറോ മാത്യു അവർകൾ, ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റിൻ്റെ BDM മിസ്റ്റർ കിഷോർ ബേബി അവർകൾ, ശ്രീ അനൂപ് അലക്സ് അവർകൾ, ശ്രീ മോൻസി തോമസ് അവർകൾ, ശ്രീ സോബി അവർകൾ, ശ്രീ സിറിൽ അവർകൾ, പ്രിയപ്പെട്ട ബിജാക്കോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജ്ഞാനായ സമുദായത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായിരിക്കുന്ന സഹോദരരെ, എല്ലാവർക്കും നമസ്കാരം. UKKCയുടെ കൺവെൻഷൻ 2026 ഇവിടെ കോവൻട്രി വെച്ച് നടക്കുമ്പോൾ നിങ്ങളോടൊപ്പമായിരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം, അതിലേറെ അഭിമാനം. അതുപോലെ തന്നെ ഇത്ര വലിയ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടകനായി വിളിച്ചതിന് പ്രത്യേകമായ നന്ദി കൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ആ റാലി കണ്ട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിന്നത്. കാരണം ഒരു സമൂഹം എങ്ങനെയാണ് തങ്ങളുടെ പൈതൃകത്തെ കാത്തു സംരക്ഷിക്കുന്നതെന്ന് UK-യിലെ ജ്ഞാനായ സമൂഹം തെളിയിച്ച ദിവസമാണ് ഇന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഓർക്കുമായിരുന്നു, അബ്രഹാമിനെ ദൈവം വിളിച്ച് ഇവിടുന്ന് നീ ഇറങ്ങിക്കോളൂ, ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പോകണം, അതിനുശേഷം നിനക്ക് സംഖ്യ ഇല്ലാത്തത്ര മക്കൾ, നീ നക്ഷത്രങ്ങളോടുള്ള മക്കളെ തരുമെന്ന് പറഞ്ഞ് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവം മറ്റൊരു തരത്തിൽ ക്നായിത്തൊമ്മനെയും വിളിച്ച് വേർതിരിക്കുകയായിരുന്നു. അങ്ങനെ വേർതിരിച്ച് ഇത്ര വലിയ സമൂഹത്തിന്റെ മക്കളെ തങ്ങളുടെ പിതാവാക്കി അദ്ദേഹത്തെ മാറ്റിയത് സർവശക്തനായ ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ നിർണയപ്രകാരം വിളിച്ചവർക്കെല്ലാം നന്മയ്ക്കായിട്ടാണ് തീർക്കുന്നത്. ക്നായിത്തൊമ്മൻ തന്റെ നാട് വിട്ട് കേരളത്തിലേക്ക് വന്നു. ആ വിശ്വാസത്തിന്റെ ഇപ്പം ദൈവത്തെ നമ്മൾ സ്നേഹിച്ചാൽ, ഒരു പാട്ടുകാരൻ പറഞ്ഞ പോലെ, സ്നേഹമാം തന്നെ കണ്ടവൻ സ്നേഹിക്കാതെ പിന്നെ വിടുമോ? സ്നേഹമായ ദൈവത്തെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ വിടത്തില്ല. അങ്ങനെ ആ സ്നേഹം കൊണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഞാൻ ഇന്നൊരു പ്ലോട്ടിൽ കണ്ടൊരു വാക്കാണ്, ഹിന്ദുവിലേക്കാണ് പോകുന്നത്. പണ്ട് ഇന്ത്യയുടെ പേര് ഹിന്ദു എന്നാണ് എനിക്ക് തോന്നുന്നു പറയുന്നത്. ഹിന്ദുവിലേക്കാണ് പോകുന്നത്, നിങ്ങളുടെ ബന്ധങ്ങൾ തകരാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദുവിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഹിന്ദുവിൽ മാത്രമല്ല, ഹിന്ദുവിൽ നിന്ന് UK-യിൽ പോയപ്പോഴും, ഹിന്ദുവിൽ നിന്ന് USA-യിൽ പോയപ്പോഴും, ഹിന്ദുവിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് പോയപ്പോഴും ആ സ്നേഹത്തെ കൈയടിയാൻ ജ്ഞാനായ മക്കൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് ക്നായിത്തൊമ്മന് കിട്ടുന്ന ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അംഗീകാരമാണ്. ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായിരിക്കും. ഈ ഒരു കാഴ്ച കണ്ട് സ്വർഗത്തിലിരുന്ന് ക്നായിത്തൊമ്മൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ടായിരിക്കും, എന്നെ ഈ വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന്, തന്നെ ഒരു വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന്. അത് നിങ്ങൾ കാത്തു സംരക്ഷിക്കുകയാണ്. ആ കാത്തു സൂക്ഷിക്കുന്നത് കാണുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ നമ്മൾ സംരക്ഷിച്ചേ മതിയാവത്തുള്ളൂ. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെ വരുന്ന തലമുറയെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരു വിശ്വാസത്തിന്റെ പാരമ്പര്യം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു. നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ
ഇന്ന് നിങ്ങൾക്ക് മറ്റൊരു ഉത്തരവാദിത്തമുണ്ട്. അതേ പാരമ്പര്യം നിങ്ങളുടെ മക്കൾക്ക് കൈമാറുവാൻ, അവർക്ക് വരുന്ന തലമുറകൾക്ക് കൈമാറുവാൻ. എങ്ങനെയാണോ ക്നായി തൊമ്മൻ ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചത്, അദ്ദേഹത്തിനോടൊപ്പം വന്നവ കുടുംബങ്ങൾ കാത്തു സംരക്ഷിച്ചത്, കാണാത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സംരക്ഷിച്ചത്, അത് കാത്തു സൂക്ഷിക്കുവാൻ ഓരോരുത്തർക്കും വലിയ പാരമ്പര്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഇന്ന് UKKC നേതൃത്വത്തിൽ ഇവിടെ ഇംഗ്ലണ്ടിൽ വളരെ നല്ല രീതിയിൽ, അത് 25 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ല. ആ കാലയളവിൽ സംരക്ഷിച്ചു. അത് മഹത്തായ രീതിയിൽ കാണിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അഭിമാനത്തിന്റെ കാര്യമാണ്. തീർച്ചയായിട്ടും UKKCയെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുക. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എൻ്റെ യാത്രയെക്കുറിച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഇതെങ്ങനെ എത്താൻ സാധിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുവാനും സാധിക്കും എന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് എന്നെ ചാർലിയൊക്കെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ബിജുചേട്ടനും അതേപോലെ ടെൻഷനിലായിരുന്നു. ഇവർ രണ്ടുപേരും ഇതിൻ്റെ മൊത്തം കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, 10 മിനിറ്റ് മുമ്പാണെങ്കിൽ സാധനം എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ കാര്യം നടന്നു എന്നുള്ളത് എനിക്ക് ദൈവത്തിന് മാത്രമാണ് നന്ദി പറയുവാനുള്ളത്. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിച്ചു, നിങ്ങളെ ഒത്തിരി പേരെ കാണുവാൻ സാധിച്ചു, നിങ്ങളോട് സന്തോഷം പങ്കുവെക്കുവാൻ സാധിച്ചു. ഇത് മഹത്തായ ഒരു രാജ്യം കൂടിയാണ്. ഈ മഹത്തായ രാജ്യത്ത് ഇത്രയധികം മലയാളികൾ ഒന്നിച്ചു വന്ന് തങ്ങളുടെ സംസ്കാരത്തെയും തങ്ങളുടെ മതത്തെയും സംരക്ഷിക്കുവാൻ താല്പര്യം കാണിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഭാരതത്തിലും തുടരേണ്ട ഒരു കാര്യമാണ്. ഭാരതത്തില് ഇതിലേറെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ സംസ്കാരങ്ങളെ, നമ്മുടെ ആചാരങ്ങളെ സംരക്ഷിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ആചാരത്തെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ മറ്റാര് സംരക്ഷിക്കും? നമ്മുടെ സംസ്കാരത്തെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ മറ്റാര് സംരക്ഷിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ ഇന്ത്യയിലെയും കേരളത്തിലെയും ലോകത്തിലെ എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ലോകവും വലിയ ചലഞ്ചസിലൂടെ കടന്നു പോകുന്ന കാലമാണ്. നമ്മുടെ രാജ്യവും വലിയ ചലഞ്ചസിലൂടെ കടന്നു പോകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വരുന്ന തലമുറയെക്കുറിച്ചാണ് നമ്മുടെ കൺസേൺ. ഇന്നിപ്പം കേരളത്തിൽ പുതിയൊരു ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കുക. ഡ്രഗ്സ് ആണ് വലിയ തോതിൽ പിടിക്കപ്പെടുന്നത്. വലിയൊരു കൺസേണായി കേരളത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം നമുക്ക് വളരെ നല്ല രീതിയിൽ ശക്തമാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെയാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും. ഞാൻ MLA ആയ ദിവസം തൊട്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഇവിടെ സ്പോർട്സിനെ കുറിച്ച് സൂചിപ്പിച്ചു. പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ സെന്ററാക്കി കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമാണ്. കാരണം എന്താ? മറ്റൊന്നുമല്ല, പുതുപ്പള്ളിയെ ഒരു സ്പോർട്സിന്റെ സെന്ററാക്കി മാറ്റേണ്ടത് അത് ഡ്രഗ്സിനെതിരെയുള്ള ഫൈറ്റാണ്. നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ സംസ്കാരം പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ജീവിതം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കാണ്. അതിന് സ്പോർട്സ് ആണ് ഏറ്റവും നല്ല മാതൃക അല്ലെങ്കിൽ മാർഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് കേരളവും ആ ഒരു ഫൈറ്റിനോടൊപ്പം തന്നെ ഞാൻ കാണുന്നൊരു വികസന സാധ്യത. ഇന്ന് പലരും എന്നോട് പങ്കുവയ്ക്കുന്ന ഒരു വിഷമം, കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് റൈറ്റ് പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം, സ്പോർട്സ് ആണ് ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏരിയ. കാരണം അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ആരും തർക്കവുമായിട്ട് വരത്തില്ല, ആരും സമരവുമായിട്ട് വരത്തില്ല. നമുക്കറിയാം ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. കേപ്പ് വെർദെ നമ്മുടെ കോട്ടയത്തിന്റെ പകുതി കാണുമെന്ന് എനിക്ക് സംശയമാണ്. 5 ലക്ഷം പേരേ ഉള്ളൂ. പക്ഷെ അർജന്റീനയെ വിറപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത്. ഞാൻ അർജന്റീന ഫാനാണ് എങ്കിലും സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 3-2 എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പൊ നമുക്ക് എന്തുമാത്രം പൊട്ടൻഷ്യലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സെന്റ് ആൻസ് സ്കൂളിൽ പോയി. അനായ സമുദായത്തിന് വലിയ സംഭാവനയുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ കോട്ടയത്തുണ്ട്. അഭിനന്ദ പിതാവിനെയും ഞാൻ അന്ന് കണ്ടുകയുണ്ടായി. കണ്ടപ്പോൾ ഞാൻ അതിനുശേഷം നേരെ സ്കൂളിലേക്കാണ് പോയത്. അവിടുത്തെ കുട്ടികൾ മൊത്തം ഒന്നുകിൽ ബ്രസീല് അല്ലെങ്കിൽ അർജന്റീനയുടെ ജേഴ്സി ഇട്ടാണ് എന്നെ സ്വീകരിച്ചത്. എന്നെ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ കഴിഞ്ഞ 2.5 വർഷമായി എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് പുതുപ്പള്ളി ഒരു സ്പോർട്സിന് സെന്റർ ആക്കുക എന്നുള്ളത്. അത് ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു. ഇത്രയധികം കുട്ടികൾക്ക് ഫുട്ബോളിൽ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പുതുപ്പള്ളിയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും സ്പോർട്സിന്റെ സെന്ററായി നമ്മൾ മാറ്റുക എന്നുള്ളത് അനിവാര്യതയാണെന്ന് ഞാൻ ഉറപ്പിച്ച ഒരു നിമിഷമാണ് സെന്റ് ആൻസിൽ പോയ നിമിഷം. അതുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കാളികളാവണം. കേരളത്തിൽ ഇന്നൊരു സ്പോർട്സ് സ്റ്റേഡിയം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മലബാർ ഭാഗത്ത്. പക്ഷേ നമ്മുടെ പുതുപ്പള്ളി അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് അങ്ങനൊരു വലിയൊരു പ്രസ്ഥാനമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ
അത് നമുക്ക് സാധ്യമാവും. കാരണം നിങ്ങളുടെ പൊട്ടൻഷ്യൽ, ഇത് കേരളത്തിന് ശക്തി കൂടിയാണ് നിങ്ങളിവിടെ കൂടിയിരിക്കുമ്പോൾ തെളിയുന്നത്. ഇത്ര വലിയ ഒരു കരുത്ത് കേരളത്തിന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. കേരളത്തെ ഇന്ത്യയുടെ അല്ല ലോകത്തിന് നെറുകയിലെത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പക്ഷേ തുടങ്ങുന്നത് പ്രവാസികളിൽ നിന്നാണ്, നിങ്ങളിൽ നിന്നാണ് എന്ന് ഞാൻ പറയും. എൻ്റെ ഫാദർ CM ആയിരുന്നപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച വലിയൊരു കാര്യമാണ് പ്രവാസികൾക്ക് വേണ്ടി ഒരു എയർലൈൻ. അത് ഗൾഫ് അതുപോലെ യൂറോപ്യൻ ഭാഗങ്ങളിൽ എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. പക്ഷേ നടന്നില്ല. കാരണം ഇവിടെ വളരെയധികം പ്രശ്നങ്ങൾ പ്രവാസികൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത് പ്രവാസികൾക്ക് വോട്ടവകാശം. എൻ്റെ ഫാദർ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യമാണ് പ്രവാസികൾക്ക് വോട്ടവകാശം. കാരണം നിങ്ങൾ ഒരു വോട്ട് ബാങ്ക് ആണെങ്കിൽ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആരും വരത്തില്ല. നിങ്ങളുടെ പ്രോപ്പർട്ടികൾ സംരക്ഷിക്കപ്പെടും. അതിനകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു നിയമം കൊണ്ടുവരണം. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു അസംബ്ലിയിൽ പ്രവാസികളുടെ പ്രോപ്പർട്ടികൾ സംരക്ഷിക്കുവാനുള്ള നിയമം MLA എന്ന നിലയിൽ ഞാൻ കൊണ്ടുവരുമെന്ന് വാക്ക് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഞാൻ പോയത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസികളെ നിങ്ങളാണ് കേരളത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. യാഥാർത്ഥ്യം അതാണ്. ഞാൻ ഇന്ന് എൻ്റെ അടുത്തൊരു ചോദ്യം ജ്ഞാനായ ന്യൂസ് എന്നോട് ചോദിച്ചു. ഞാൻ പക്ഷെ പറഞ്ഞു ഇനി പ്രവാസി വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ പ്രവാസത്തിലേക്ക് പോയപ്പോൾ, ഞാൻ പഠിക്കാൻ പോയപ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പോയതല്ല. ഞാൻ ഡൽഹിയിൽ പോയി 10-15 വർഷം ഡൽഹിയിലായിരുന്നു. ഞാൻ ഇഷ്ടത്തിൽ പോയതല്ല. നിങ്ങളിൽ പലരും ഇഷ്ടത്തിലല്ല വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ആളുകൾക്ക് അവസരം കൊടുക്കാൻ കേരളത്തിലെ രാഷ്ട്രീയത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം മാറണം. ജനങ്ങൾക്ക് വേണ്ടി മാറണം. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയം, പ്രവാസികളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയം, കേരളത്തെ പടുത്തുയർത്തിയ പ്രവാസികൾക്ക് കൂടുതൽ കരുത്തും കൂടുതൽ സംരക്ഷണവും കിട്ടുന്ന രാഷ്ട്രീയം, അതാണ് കേരളത്തിൽ വേണ്ടത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഇവിടെ വരുവാൻ, നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിച്ച അതിയായ സന്തോഷം. ഇവിടുന്ന് ജിജോ ചേട്ടൻ പലതവണ നമ്മുടെ ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം പലതവണ വിദ്യാർത്ഥികളുമായിട്ട് അവിടെ വന്ന് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ ഇനിയും നടപ്പിലാക്കണം. എൻ്റെ ഫാദർ ഉണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹം പലതവണ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ആയിരിക്കാൻ സാധിച്ച അതിയായ സന്തോഷം. ഞാൻ പുതുപ്പള്ളിക്കാർ പലരുണ്ട്, ഉന്നത്തറയുന്നുണ്ട്, നീരിക്കാടുണ്ട്, വാകത്താനംകാരുണ്ട്. പക്ഷെ അനക്കമൊന്നും കാണുന്നില്ല. ഉണ്ടോ? ഇത്രയും സൗണ്ടേ ഉള്ളൂ കേട്ടോ. പുതുപ്പള്ളിക്കാർക്ക് ഇച്ചിരി സൗണ്ട് ആവാൻ വേണമെങ്കിൽ. ഏതായാലും എല്ലാവരെയും കാണാൻ പറ്റുന്നതിൽ അതിയായ സന്തോഷം. നിങ്ങളോടൊപ്പം MLA എന്ന നിലയ്ക്കല്ല, ഞാനൊരു മകനായി, സഹോദരനായി, സുഹൃത്തായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും അതുപോലെ തന്നെയാണ് എന്നെ ചേർത്ത് പിടിക്കുന്നത്. അതിന് നന്ദി പറയുന്നു. പുന്നത്തറ പള്ളിയുടെ 400-ാം വർഷത്തിൽ ഞാൻ പോയപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു. കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരുടെ പാരമ്പര്യം എവിടെങ്കിലും ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനായക്കാരുടെ മാത്രമാണ് എന്നുള്ളതാണ്. ജ്ഞാനായ സമുദായം സുറിയാനി പാരമ്പര്യത്തിന്റെ റെപ്പോസിറ്ററിയാണ്. എല്ലാ പാരമ്പര്യങ്ങളും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തുടക്കത്തിൽ തന്നെ നടവിളി, അന്ന് ഞങ്ങളെ നടവിളിച്ചാണ് ആ പരിപാടിക്ക് കൊണ്ടുപോയെങ്കിൽ ഇന്നും നടവിളിച്ച് എങ്ങനെയാണോ നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കേണ്ടതെന്ന് ആർക്കെങ്കിലും എവിടെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് ജ്ഞാനായക്കാരെ മാത്രം നോക്കിയാൽ മതി എന്ന് ഞാൻ പറയും. അത് എല്ലാവർക്കും മാതൃകയാണ്, ഞങ്ങൾ ഉൾപ്പെടെ. കാരണം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലേ പിന്നെ ആരാ പറയുക? അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം, അതും ദൈവത്തിൻ്റെ ഒരു കരുതലിൽ ഇവിടെ വന്ന് ഈ ഒരു വലിയ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് നിങ്ങളോടൊപ്പം നമ്മുടെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ഒപ്പം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഓർമ്മയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം ജൂലൈ 18-നാണ്. 3 വർഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ പോലാണ് തോന്നുന്നത്. ആ 3-ാം വർഷം ജൂലൈ 18-നാവുമ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണ അതിനുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം 43 വീടുകൾ ചെയ്ത് തീർത്ത് കൈമാറുവാൻ എനിക്ക് സാധിച്ചു. 7ഓളം വീടുകൾ ഇനിയും കൈമാറേണ്ടതുണ്ട്. 50 വീടുകൾ 2.5 വർഷക്കാലം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു. അതിലേറെ 100 വീടിൽ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്ലെക്സോ
പോസ്റ്ററോ ബാനറോ ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ പ്രചരണം നടത്തിയത്. നിങ്ങളുടെ പിന്തുണ കൂടി ഞാൻ അതിനകത്ത് അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളോടൊപ്പം നിൽക്കുവാൻ എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചു. ഞാൻ ലണ്ടനിൽ വരുമ്പോൾ, UK വരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ എന്നും ഓർക്കും. കാരണം 98-ലാണ് അദ്ദേഹത്തിനോടൊപ്പം ഞാനിവിടെ വരുവാൻ അവസരമുണ്ടായത്. അദ്ദേഹത്തിന് ശേഷം സത്യം പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ എൻ്റെ അടുത്ത് സമയം ചെലവഴിച്ചിട്ടില്ല. വളരെ കുറച്ച് സമയം മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു യാത്രയിൽ എനിക്ക് 28 വർഷം മുമ്പ് നടന്ന യാത്ര എൻ്റെ മനസ്സിൽ ഇന്ന് നിൽക്കുന്ന കാര്യമാണ്. അല്പം സമയം ചെലവഴിക്കുവാൻ 1 മാസക്കാലം ഇവിടുന്ന് US പോയി. അങ്ങനെ 1 മാസക്കാലത്തോളം എന്നോട് ചെലവഴിച്ചത് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ് UK. ഇന്ന് പക്ഷേ ഞാൻ പറയും, നമുക്ക് ഒരു ബാക്കപ്പ് കൂടി വേണം. നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ബാക്കപ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോഴാണ് ഓർക്കുന്നത്. നമുക്കൊരു ബാക്കപ്പ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു സ്പോർട്സിന്റെ സെന്ററായി, IT-യുടെ സെന്ററായി, ഒപ്പം നമുക്കറിയാം കേരളം വിഴിഞ്ഞം വരുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് പോലും അടുത്തു വന്നു തിരുവനന്തപുരത്ത്, കേരളത്തിൽ. അപ്പോൾ ലോകത്തിന്റെ മുന്നിൽ മാതൃകയാവുന്ന വലിയൊരു സംസ്ഥാനമായി ഇന്ന് കേരളം ഉയർന്നു വരുമ്പോൾ, ഒരു ബ്ലൂ എക്കോണമി വരുമ്പോൾ, ഒരു നോളജ് എക്കോണമി വരുമ്പോൾ, ഒരു IT എക്കോണമിയായി കേരളം മാറുമ്പോൾ, ഒരു സ്പോർട്സ് എക്കോണമിയായി മാറുമ്പോൾ കൈത്താങ്ങായി നിങ്ങൾ കാണണം. നിങ്ങളുള്ളതുകൊണ്ടാണ് ഇത്ര വലിയ പുരോഗതി കേരളത്തിനുണ്ടായെങ്കിൽ ഇതിൽ നിന്ന് നമ്മളൊരു സിംഗപ്പൂറായി, ഇതൊരു ദുബായി ആയി നമുക്ക് കേരളത്തിനെ മാറ്റണമെങ്കിൽ നിങ്ങളുടെ കൂടി സഹായമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും 140 പേര് കാണും, 140 MLA-മാരും കാണും എന്ന വാക്കുകൂടി ഇവിടെ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി യുണൈറ്റഡ് കിങ്ഡം കനാനായ കാത്തലിക് അസോസിയേഷന്റെ ഈ മഹത്തായ പരിപാടി 25 വർഷം എന്ന ആ കാലയളവിൻ്റെ ഈ ഉദ്ഘാടന പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു നിയോഗമായി ഞാൻ കണക്കാക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. വരുന്ന പതിറ്റാണ്ടുകൾ, വരുന്ന 50 വർഷമാവുമ്പോൾ ഇതിലേറെ കരുത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, ഒരുമയോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരുമയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ജ്ഞാനായ സമൂഹം നൽകിയ സേവനങ്ങൾ അത് ലോകത്തിലെമ്പാടും മാതൃകയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.